നമസ്കാരം. അടുത്തിടെ ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിമാനത്താവളത്തിൽ വെച്ച് ഒരു യുവതിയുടെ മേക്കപ്പ് പരസ്യമായി തുടപ്പിക്കുന്ന എയർപോർട്ട് അധികൃതരുടെ വീഡിയോയാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. പാസ്പോർട്ട് ഫോട്ടോയിലുള്ള രൂപവുമായി ശരിക്കുമുള്ള മുഖത്തിന് സാമ്യമില്ലാത്തത് കൊണ്ട് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ മെഷീൻ വഴി കടന്നു പോകാൻ ആ യാത്രക്കാരിക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് അധികൃതർ അവരോട് മേക്കപ്പ് മുഴുവൻ മായ്ച്ചു കളയാൻ ആവശ്യപ്പെട്ടു. ചൈനീസ് മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോ വഴിയാണ് ഈ സംഭവം ലോകം മുഴുവൻ അറിയുന്നത്. ന്യൂയോർക്ക് പോസ്റ്റ് അടക്കമുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. വീഡിയോയിൽ മുഖത്തെ മേക്കപ്പ് തുടച്ചു മാറ്റുന്ന യുവതിയുടെ ജാള്യത വ്യക്തമായി കാണാം. അതേസമയം വിമാനത്താവളത്തിലെ ജീവനക്കാരനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് യുവതിയെ ശകാരിക്കുന്നതും കേൾക്കാം. നിങ്ങളുടെ പാസ്പോർട്ട് ഫോട്ടോയിലുള്ള പോലെയാകുന്നത് വരെ എല്ലാം തുടച്ചു മാറ്റൂ എന്ന് ജീവനക്കാരൻ കർശനമായി പറയുന്നു. എന്തിനാണ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്നത്? വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ എന്നും ആരോ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് യുവതി അസ്വസ്ഥയാകുന്നതും വീഡിയോയിൽ കാണാം. പലരും കല്യാണത്തിന് വധു ചെയ്യുന്നത് പോലെയുള്ള കനത്ത മേക്കപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ അമിതമായ മേക്കപ്പ് കാരണം മെഷീന് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ട്. എമിഗ്രേഷൻ കടന്നു പോകാൻ ഇതെല്ലാം തുടച്ചു മാറ്റേണ്ടി വന്നെങ്കിലും ഒടുവിൽ യുവതിക്ക് വിമാനത്തിൽ കയറാൻ കഴിഞ്ഞോ എന്നും വ്യക്തമല്ല. ഈ സംഭവത്തോട് വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ വന്നത്. ചിലർ ഇതിനെ കളിയാക്കിയപ്പോൾ മറ്റു ചിലർ യുവതിയോട് സഹതാപം പ്രകടിപ്പിച്ചു. യഥാർത്ഥ ജീവിതത്തിൽ ഫിൽറ്റർ ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിലർ ചോദിക്കുന്നു. ഗാർഡ് യുവതിയോട് ഇത്ര മോശമായി പെരുമാറേണ്ടതില്ലായിരുന്നു എന്ന് ചിലർ പറയുന്നു. വീഡിയോ എടുത്തയാളെയും ആളുകൾ വെറുതെ വിട്ടില്ല. ഇതൊരു തരം ബുള്ളിയിങ് ആണെന്ന് അവർ കുറ്റപ്പെടുത്തി. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സ്കാനിങ്ങിന്റെ പ്രവർത്തനക്ഷമതയെയും ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്. എത്ര വലിയ മേക്കപ്പ് ആണെങ്കിലും സ്കാനറിന് മുഖം തിരിച്ചറിയാൻ കഴിയണമെന്നും ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. പ്ലേ ബോയ് നോർവേയുടെ പെർഫെക്റ്റ് വുമൺ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ മോഡലും ഇൻഫ്ലുവൻസറുമായ ഇറൈന പ്രസേറിയും സമാനമായ അനുഭവം അടുത്തിടെ ഉണ്ടായി. നിരവധി കോസ്മെറ്റിക് സർജറികൾ ചെയ്തതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയാതെ വന്നതിനാൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ 40 മിനിറ്റോളം തടഞ്ഞു വെച്ചത്രേ. മൂക്കിലെ ശസ്ത്രക്രിയകൾ, ബോഡി ലിഫ്റ്റ്, മുഖം പൂർണ്ണമായി മാറ്റിവെക്കൽ എന്നിവയുൾപ്പെടെ 20ലധികം ശസ്ത്രക്രിയകൾക്കായി ഏകദേശം $1 ബില്യൺ ഇറൈന ചെലവഴിച്ചത്. വർഷങ്ങളായി എന്റെ രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സംഭവത്തിന് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സംഭവം ചർച്ചയാകുന്നത്.